ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു IPO ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ടോളിൻസ് ടയേഴ്സാണ്. 230 കോടി രൂപയുടെ IPO ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ IPO റിവ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതൊരു 230 കോടി രൂപയുടെ IPO ആണ്. 200 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. ഇതിൽ 200 കോടി രൂപയിൽ 93 കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 93 കോടി രൂപയാണ് അതിന് ഉപയോഗിക്കാൻ പോകുന്നത്. അതോടുകൂടി കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയായിട്ട് മാറും. 75 കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. 30 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. ഇപ്പോൾ പ്രൊമോട്ടർ 93% ഹോൾഡ് ചെയ്യുന്നത് 69% ആയിട്ട് കുറയും. 215 മുതൽ 226 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 893 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിൽ 26% ഡൈല്യൂട്ട് ചെയ്യുന്നത്. IPO ഡേറ്റ് 9th സെപ്റ്റംബർ 2024 സ്റ്റാർട്ട് ചെയ്ത് 11th സെപ്റ്റംബർ 2024 വരെയാണ്. 16th സെപ്റ്റംബറിനാണ് ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ഒരു 40 വർഷം പഴക്കമുള്ള ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള റിക്വയർഡ് ട്രെഡ് റബ്ബറും അതുപോലെ ന്യൂ ടയർസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർ 2 വീലേഴ്സിനും 3 വീലേഴ്സിനും ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ തന്നെ ടയർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രിക്വേർഡ് ട്രീറ്റ് റബ്ബർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വലിപ്പത്തിലും കട്ടിയിലുമുള്ള റബ്ബർ ഒരു റബ്ബർ കട്ടകളാണ്. ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. ട്രെഡ് റബ്ബർ ഏകദേശം 75% ഇവരുടെ റവന്യൂ വരുന്നുണ്ട്. 227 കോടി രൂപയാണ് റവന്യൂ. ബാക്കി വരുന്ന 25% ഇവരൊരു ടയർ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് 3 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസാണ് ഉള്ളത്. 2 കേരളയിലും 1 UAE-യിലുമാണ്. അത് ഇവരുടെ കൺസോളിഡേറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.51 മില്യൺ ടയറുകൾ, അതായത് 10 ലക്ഷം ടയറുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണുള്ളത്. 12,486 ടൺ ട്രെഡ് റബ്ബേഴ്സും അതുപോലെ തന്നെ 17,160 ടൺ റബ്ബർ കോമ്പൗണ്ടുമാണ് ഈ കമ്പനിയുടെ കപ്പാസിറ്റി ഫുള്ളായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വെറും 33%, അതായത് ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റിയുടെ 1/3 മാത്രമേ കമ്പനി ഉപയോഗിക്കുന്നുള്ളൂ എന്നർത്ഥം. പക്ഷേ ഗ്രാജുവലി അവരുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 5 വർഷം കൊണ്ട് കപ്പാസിറ്റി കൂടുമെന്നാണ് പറയുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിച്ച മാർച്ച് 31, 2024 കണക്കെടുക്കുമ്പോൾ 10 കോടി രൂപ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്, അതായത് പുതിയ കപ്പാസിറ്റിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ട് അത് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കപ്പാസിറ്റി തന്നെ അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന കപ്പാസിറ്റി കൊണ്ടുവന്നിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ മാർജിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 2022-ലും 2023-ലും കമ്പനിയുടെ ടോപ്പ് ലൈനും സെയിൽസും കാര്യങ്ങളൊക്കെ ഫ്ലാറ്റ് ആയിരുന്നു. അതിനുശേഷം 4% നെറ്റ് മാർജിൻ മാത്രമാണ് ഇവർക്കുണ്ടായിരുന്നത്. പക്ഷേ 2023 ഏപ്രിലിന് ശേഷം ഇവരുടെ പ്രൊഡക്ഷൻ കൂട്ടുകയുണ്ടായി. പുതിയ ടയറുകളും അതുപോലെ തന്നെ 2 ഇവരുടെ ഗ്രൂപ്പ് കമ്പനികളെ ഇതിൽ മെർജ് ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ അവരുടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയുണ്ടായി. ഒന്ന് റബ്ബർ കോമ്പൗണ്ട് മേക്കറാണ്, അവർ ഇന്ത്യയിൽ തന്നെയാണ്. ഒന്ന് ടാക്സ് ഫ്രീ ട്രെഡ് ആയിട്ടുള്ള റബ്ബർ മേക്കറാണ് UAE-യിലുള്ളത്, അവിടെ ടാക്സ് ഫ്രീ ആണിത്. അപ്പോൾ അതുകൊണ്ട് 2024 റവന്യൂ ഏകദേശം ഡബിളായി. ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത് 227 കോടി രൂപയായി മാറി. 2024 ഇബിറ്റ നോക്കുമ്പോൾ 48 കോടി രൂപ, അതായത് 21% ഇബിറ്റയിലേക്ക് കമ്പനി വരികയുണ്ടായി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 26 കോടി രൂപ, അതായത് 11% നെറ്റ് മാർജിനുള്ളൊരു കമ്പനിയായിട്ട് മാറി 2023 സാമ്പത്തിക വർഷം കൊണ്ട്, 23-24 കൊണ്ട്. ഇപ്പോൾ ടോളിൻ ഏകദേശം ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രിയാണെന്ന് നമുക്ക് പറയാം. കാരണം പല കാര്യങ്ങളും ഇവരുടെ പ്രൊഡക്റ്റുകളെ ബാധിക്കും. ഒന്ന് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്, റബ്ബർ പ്രൈസ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലുള്ള ഡിമാൻഡ്, അത് 2 വീലർ ആയാലും കൊമേഴ്ഷ്യൽ വെഹിക്കിളായാലും അഗ്രികൾച്ചർ വെഹിക്കിളായാലും ഇതൊക്കെ തന്നെ ഇവരുടെയൊക്കെ തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ കമ്പനിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതൊരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി ആണെന്ന് പറയാം. പ്രസൻ്റ്ലി ഇതൊക്കെ തന്നെ ഈ കമ്പനിക്ക് ഫേവറബിൾ ആണ്. അതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചർ ഡിമാൻഡ് ആയാലും 2 വീലേഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഡിമാൻഡ് ആയാലും ക്രൂഡ് പ്രൈസ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നു. ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലും തിരക്കേടില്ലാത്ത നല്ല ഡിമാൻഡ് ഉണ്ടെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല ഒരു മാർജിനിലേക്ക് കമ്പനി എത്തിപ്പെടാം. 2024 EPS എന്ന് പറഞ്ഞെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 9 രൂപ 52 പൈസയാണ്. അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 26% വരുന്നു. പോസ്റ്റ് ഡെല്യൂഷന് ശേഷം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം ഒരു 10% അടുപ്പിച്ചേക്ക്, അല്ലെങ്കിൽ 7%, 8%-ലേക്ക് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അതായത് ഇങ്ങനെയുള്ളൊരു കമ്പനി ആവുന്ന സമയത്ത് അവർക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വരെ എങ്ങനെ ഫണ്ട് കണ്ടെത്തുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളതാണ്. ഇനി ഈ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് പറയുന്ന സമയത്ത് 2024 മാർച്ച് 31 കണക്കനുസരിച്ച് നോക്കുമ്പോൾ കമ്പനിക്ക് 84 കോടി രൂപയുടെ സ്റ്റോക്ക് വിൽക്കാത്ത സാധനങ്ങൾ 84 കോടി രൂപയിലും അവരുടെ ഡെറ്റേഴ്സ്, അതായത് സാധനങ്ങൾ കടത്തിന് വിട്ടിട്ട് കാശ് കളക്ട് ചെയ്യാനായിട്ടുള്ള 64 കോടി രൂപയുണ്ട്. 84 കോടി രൂപയുടെ സാധനങ്ങൾ വിൽക്കാണ്ടും 64 കോടി രൂപ
ഇവിടെ ഡെറ്റേഴ്സ് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു 130 കോടി രൂപ ആ ഒരു രീതിയിൽ പെൻഡിങ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ സെയിൽസ് കഴിഞ്ഞിട്ട് 4.5 മാസം മുതൽ 3.5 to 4.5 മാസം എടുക്കുന്നുണ്ട് അതിൽ നിന്ന് അവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും സമയം ഇവരുടെ പൈസ വെച്ചിട്ടാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് വലിയൊരു എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസ് വേണ്ടി ഇവരുടെ പണം ബ്ലോക്ക് ആവുന്നുണ്ട് എന്നർത്ഥം. അതായത് പുവർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നമുക്കൊന്ന് ഒരു തരത്തിൽ പറയാം. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ കമ്പനി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഹൈ ഡെറ്റിലേക്ക് വന്നത്. 85 കോടി രൂപ ആഗസ്റ്റ് 2024 വരുന്ന സമയത്ത് 85 കോടി രൂപയുടെ ഡെറ്റാണ്. അതിപ്പോൾ അതിൽ നിന്നും ഈ മുഴുവനായിട്ട് ഇവർ തിരിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട് ഈ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് വരുന്നപ്പോൾ. അതായത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.8:1 ആണ്. 1 രൂപ കമ്പനിയുടേതും 80 പൈസ ഡെറ്ററുമാണ്. അപ്പോൾ അത് ഇപ്പോൾ കുറഞ്ഞു വരും. അപ്പം അതുകൊണ്ട് അവരുടെ ഡെറ്റ് കുറഞ്ഞത് വഴി ഇനി അങ്ങോട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള വഴികളാണ് കമ്പനി നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും അഡ്വൈസറി സർവീസിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ ഫേക്ക് ചാനലുകൾ ഒരുപാട് ടെലിഗ്രാമിലുണ്ട്, അതുവഴിയൊന്നും പോകാതിരിക്കുക. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ 2025 EPS നോക്കുന്ന സമയത്ത് 10.5 രൂപയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് 21 കറണ്ട് ഇയർ ബേസിൽ. ഇവരുടെ ഒരു നമുക്ക് പിയറായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇൻടാഗ് റബ്ബർ. അവർ ഏകദേശം ഇതേപോലുള്ള ട്രേഡഡ് റബ്ബേഴ്സ് ഉണ്ടാക്കുന്നവരാണ്. 250 കോടി രൂപയുടെ സെയിൽസാണ് അവർക്കുള്ളത്. അവരുടെ ഇൻട്രസ്റ്റ് ബാറ്ററി സ്റ്റോറേജും EV ബാറ്ററി സ്വിപ്പിങ്സൊക്കെ അവരുണ്ട്. അവർ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ലിസ്റ്റഡ് പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു കറക്റ്റ് ടയർ മാനുഫാക്ചറിങ്ങുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യാനും സാധിക്കില്ല. നവംബറിൽ 2023 53 കോടി രൂപ ഇവർ റേസ് ചെയ്തത് 118 രൂപ വെച്ചിട്ടാണ് ഷെയറിന്. ഇപ്പോഴത്തെ IPO പ്രൈസ് ഏകദേശം 92% അവിടെ നിന്നും ഹൈയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2024 ഏർണിങ്സൊക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ 2024 മുമ്പേ എല്ലാം ഫ്ലാറ്റായിരുന്നു. മാർജിൻസും ഒക്കെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ് ലിസ്റ്റിങ്ങിന് ശേഷവും കൃത്യമായിട്ട് ഇവരുടെ കപ്പാസിറ്റി അഡീഷൻസൊക്കെ എങ്ങനെയാണ്, കാരണം 33% മാത്രമാണ് ഇവർ യൂസ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇവർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ ഒരു മസ്റ്റ് അപ്ലൈ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ മസ്റ്റ് അപ്ലൈ എന്നൊന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് മറ്റുള്ള IPOകളുള്ള സ്ഥിതിക്ക് മറ്റുള്ളതിലേക്ക് മാറാം. ഒരു മസ്റ്റ് അപ്ലൈ ഒന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കായിട്ടാണ് ഇത് തുടരാൻ സാധ്യത. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എല്ലാ സ്റ്റോക്കുകളും അല്ലെങ്കിൽ എല്ലാ IPO കമ്പനികളും ലിസ്റ്റ് ചെയ്യുന്നത് പ്രീമിയത്തിലായതുകൊണ്ട് ആ ഒരു പ്രീമിയം എടുക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു മസ്റ്റ് അപ്ലൈ അല്ല. ഞാൻ ഏതായാലും സ്കിപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി അപ്ലൈ ചെയ്യാത്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നു IPO കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര വലിയ ആപ്ലിക്കേഷൻസാണ് വരുന്നത്. പല SME സെഗ്മെൻറ്റിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ വളരെ സ്ട്രേഞ്ചാണ്. കമ്പനിയുടെ ബേസിക്സ് പോലും നോക്കാതെ കോടിക്കണക്കിന് ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ. അപ്പോൾ അത് ഒരു പ്രോബബിലിറ്റി കുറയും. പക്ഷേ ഇത് നമുക്ക് വീണ്ടും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. വേണമെങ്കിൽ ഫെയർ വാല്യൂഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ കപ്പാസിറ്റി കൂട്ടിയിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് മാർക്കറ്റിലുള്ളത്. ഇവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് ആയാലും ഇവരുടെ ഔട്ട്പുട്ട് ഏത് മേഖലയിലേക്ക് പോകുന്നു, ടയർ ഇൻഡസ്ട്രി, ആഗ്രോ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, മീൻസ് ഓട്ടോമൊബൈലൊക്കെ തന്നെ ഫേവറബിളാണ്. അത് ഈ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം IPO ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കുകൾക്ക് വിധേയമാണ്. അതുകൂടി നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതിനു പുറമെ ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്